നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനും എൻ്റെ ഫാമിലിയും പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടും ഞങ്ങളെല്ലാം കൂടെ അടുത്തൊരു പാർക്കുണ്ട്, ലൂയിസി പാർക്ക് എന്ന് പറയുന്നത്. അവിടെ ഒരു ഫൺ ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അതൊന്ന് കാണാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ തുടരെ കാണാൻ പോകുന്നത്. തന്നെ ഇതിനകത്തേക്ക് കയറണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. ഇവിടെ ടോക്കൺ ആണുള്ളത്. ഇത്ര രൂപയ്ക്ക് ഇത്ര ടോക്കൺ എന്ന് പറഞ്ഞ രീതിയിലാണ് ഉള്ളത്. ടോക്കൺ ഇല്ലാതെ നമുക്ക് കയറണമെങ്കിൽ കയറാം, അകത്ത് കയറി കാണണം. ടോക്കൺ ഇല്ലാതെ കയറി കാണണമെങ്കിൽ കണ്ടിട്ട് തിരിച്ചിറങ്ങാം. അഥവാ ടോക്കൺ എടുക്കാതെ തന്നെ അകത്ത് പൈസ കൊടുത്തിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ട് ATM വഴി അല്ലെങ്കിൽ കാർഡ് വഴി പേയ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് അവിടുന്ന് ഗെയിം കളിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിനേക്കാൾ എന്തുകൊണ്ട് ഓഫർ നല്ലത്, ഏറ്റവും നല്ലത് ടോക്കൺ എടുത്തിട്ട് കയറുന്നതായിരിക്കും. കാരണം ടോക്കൺ എടുത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് കുറേ എക്സ്ട്രാ ടോക്കണും കിട്ടും, കുറച്ച് ഫ്രീ ടോക്കൺസും അങ്ങനെ കാര്യങ്ങളൊക്കെ കിട്ടും നമുക്ക്. എല്ലാവരും ഇങ്ങനെ ഒരു റൈഡൊക്കെ കണ്ട് നടക്കുകയാണ്. ഇപ്പോൾ ഏത് റൈഡിലാണ് കയറാൻ പോകുന്നതെന്ന് അറിയില്ല. ഞങ്ങളിങ്ങനെ നോക്കിയപ്പം അവിടെ ഒരു ചൂണ്ടയിടുന്നൊരു ഗെയിം ഉണ്ടായിരുന്നു. അങ്ങോട്ടേക്കാണ് ഞങ്ങൾ എല്ലാവരും ആദ്യം പോയത്. എന്താണെന്ന് അറിയില്ല, എന്നാലും പോയി നോക്കിയിട്ട് എന്തെങ്കിലും പ്രൈസ് കിട്ടുമോ നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങളവിടെ ഒരു അമ്മച്ചി നിൽപ്പുണ്ടായിരുന്നു. അമ്മച്ചിയോട് ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. പുള്ളിക്കാരത്തി എന്താ പറഞ്ഞെന്ന് പറഞ്ഞാൽ, പുള്ളിക്കാരത്തി ഒരു നീണ്ടൊരു കമ്പ് തരും. അവിടെ വെള്ളത്തിൽ ഇങ്ങനെ കുറേ ഡക്സ് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ ചൂണ്ടയിട്ട് പിടിക്കുക. ആ ഡക്കിൻ്റെ അടിയിലൊക്കെ ഓരോ നമ്പറുകളുണ്ട്. ആ നമ്പർ എന്താ വരുന്നത്, ആ നമ്പറിനുള്ള പ്രൈസ് നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റും. അങ്ങനെയാണ് ഗെയിം. അപ്പം ഇവിടെ എന്തോ 8 ടോക്കണോ അങ്ങനെ എന്തോ കൊടുത്തിട്ടാണ് ഞങ്ങൾ ആദ്യം ഗെയിം സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങളെല്ലാവരും മത്സരിക്കുന്നുണ്ട്. ഞാൻ മത്സരിക്കുന്നുണ്ട്, വൈഫ് മത്സരിക്കുന്നുണ്ട്, അതുപോലെ എൻ്റെ ഫ്രണ്ടും മത്സരിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടു പോകുന്നു. ഇട്ട് അവിടുന്ന് സമ്മാനമെല്ലാം വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് അടുത്ത ഗെയിമിലേക്ക് പോയി. അടുത്ത ഗെയിം വേറെ ഒന്നുമല്ല, ഞങ്ങളവിടെ ഒരു കുറേ ക്യാൻ അടുക്കി വെച്ചിട്ടുണ്ട്. ആ ക്യാനുകൾ ബോൾ വെച്ച് എറിഞ്ഞിടുക എന്നുള്ളതാണ്. ഒരാൾക്ക് 3 ബോൾ വെച്ചാണ് കിട്ടുന്നത്. ആ 3 ബോൾ വെച്ച് ആ ക്യാനുകൾ മൊത്തം എറിഞ്ഞ് നമ്മൾ തറയിലിടാം. തറയിലിട്ടാൽ മാത്രമേ, നിലത്ത് വീണാൽ മാത്രമേ ഉള്ളൂ പ്രൈസ് കിട്ടുക എന്നുള്ളത്. പോരട്ടെ പൊളിച്ച് അതിന് തറയെല്ലാം പോരട്ടെ. അയ്യേ 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 അയ്യടി, ഒരൊറ്റ ചാൻസ്. അവർക്ക് എന്തെങ്കിലും ഗുണം വേണ്ടേ? നമുക്ക് നോക്കാം, അവിടെ നോക്കാം. സോറിടാ. ഇതൊക്കെ ആയിരിക്കും ഫ്രീ കിട്ടുന്നത്, മനസ്സിലായി? ശരി, കണ്ട ഈ സാധനങ്ങളൊക്കെ ഫ്രീ, മനസ്സിലായോ? കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ നടന്നു.
അടുത്തൊരു വേറൊരു ഗെയിമിലോട്ട് ചെന്നു. അതൊരു ഷൂട്ടിംഗ് ഗെയിമാണ്. അത് കുറേ പ്രൈസസ് നമ്മളിങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ആ അടുക്കി വെച്ചേക്കുന്ന പ്രൈസ് നമ്മൾ ഷൂട്ട് ചെയ്ത് തറയിടുക. ആ ഷൂട്ട് ചെയ്ത് വീഴുന്ന പ്രൈസ് നമുക്ക് കിട്ടും. ഞങ്ങളെല്ലാവരും മാറി തിരിഞ്ഞ് ട്രൈ ചെയ്തു, പക്ഷേ ഒരു പ്രൈസ് പോലും നമുക്ക് കിട്ടിയിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഈ വെച്ചേക്കുന്ന പ്രൈസുകളൊക്കെ നല്ല വൃത്തിയാവണ്ണ സൂപ്പർ ഗ്ലൂ ഒട്ടിച്ചാണ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഒരു പ്രൈസ് പോലും എത്രയൊക്കെ ഷൂട്ട് ചെയ്താലും അവിടെ നിന്ന് അനങ്ങത്തില്ല. അങ്ങനെ ഞങ്ങൾ അതും പരാജയപ്പെട്ട് തിരിച്ചു പോയി അടുത്ത ഗെയിമിലേക്ക് പോവുകയാണ് ഉണ്ടായത്. മോളിക്ക് പോ, മോളത്തെ പോ. എല്ലാം ഒട്ടിയിരിക്കുക. നടക്കുവോ? പോകില്ല. ഒന്നും ഉണ്ട്. താങ്ക് യു. ഇല്ല, എനിക്ക് പിന്നെ ആദ്യത്തെ കിട്ടിയില്ലായിരുന്നു. നിരാശനായി നിൽക്കുന്നതാണ് നമ്മളിപ്പോ കാണുന്നത്. ആയിട്ടില്ല. ഇന്നെ അടിക്കേണ്ടത്. പലതരമുള്ള റൈഡുകൾ അവിടെ ഉണ്ട്. നമുക്ക് ഈസി കുഞ്ഞുങ്ങളെ കൊണ്ട് കയറാൻ പറ്റുന്നതും പിന്നെ അഡൽസിന് കയറാൻ പറ്റുന്നതാണ്. എല്ലാ ടൈപ്പ് റൈഡുകളുണ്ട്. ഞങ്ങൾ കുറേയൊക്കെ കണ്ടു, എല്ലാത്തിലൊന്നും കയറാൻ നിന്നില്ല. എന്നാൽ കുറച്ചൊക്കെ നമ്മൾ കയറാനും പറ്റി. നല്ലൊരു ദിവസമായിരുന്നു ഞങ്ങൾക്കത്. നടക്കുന്ന വഴിയിലാണ് ഞങ്ങൾ എൻ്റെ വൈഫിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചി മക്കളെയും കണ്ടത്. പിന്നെ അവരെ കുഞ്ഞുങ്ങളുമായിട്ട് കളിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവരുടെ കൂടെ അടുത്ത റൈഡിലേക്ക് കയറി. അവിടെ ഒരു കാറിൻ്റെ റൈഡ് ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയൊക്കെ കൊണ്ടു. ദേഹം എല്ലാം വേദനയായിരുന്നു ഒരാഴ്ചത്തേക്ക് അതിൻ്റെ.
കാറിൻ്റെ ഇടിയൊക്കെ കൊണ്ട് ഇറങ്ങിയതിന് ശേഷം അവിടുന്ന് വർത്തമാനം എല്ലാം കഴിഞ്ഞ് സംസാരങ്ങളും എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം നേരെ അടുത്ത കുഞ്ഞിനെ നമുക്ക് എവിടെയെങ്കിലും കയറണമല്ലോ എന്ന് വെച്ചിട്ടൊരു റൈഡ് തപ്പിയപ്പോൾ കുഞ്ഞിന് കയറാൻ പറ്റുന്ന ട്രെയിൻ ഉണ്ടായിരുന്നു. അങ്ങനെ വൈഫും കുഞ്ഞും അറിയാമയും കൂടെ നേരെ ട്രെയിനിൽ കയറി അങ്ങനെ ട്രെയിൻ റൈഡൊക്കെ എൻജോയ് ചെയ്തു. ട്രെയിൻ റൈഡൊക്കെ കഴിഞ്ഞ് മറിയാമ ഇറങ്ങിയപ്പോൾ മറിയാമ എൻ്റെ അടുത്തോട്ടാണ് വന്നത്. അപ്പോൾ ഞാനും പോയി വേറെ റൈഡ് മറിയാമയോടെ കയറി. അവിടെ ഒരു ജീപ്പിൻ്റെയൊക്കെ റൈഡ് ഉണ്ടായിരുന്നു, അതിലും കയറി ഞാനും മറിയാമ അതിലൊക്കെ ഒന്ന് കറങ്ങി നടന്നു. അതൊക്കെ കറങ്ങി എൻജോയ് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും വെളിയിറങ്ങി. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റൈഡുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല പേടിയൊക്കെ ചെയ്യുന്ന റൈഡുകളാണ്. എല്ലാവർക്കും ഒന്നും കയറാനുള്ള നല്ല ധൈര്യമില്ല, നമുക്കൊന്നും പേടി ഉണ്ടായിട്ട് കയറിയില്ല. അങ്ങനെ ഇരുന്നപ്പോൾ വൈഫ് പറഞ്ഞു വൈഫിന് റൈഡിൽ കയറണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വൈഫിനെ കൊണ്ട് റൈഡിൽ കയറ്റാൻ പോവുക. ഞങ്ങൾ വൈഫ് റൈഡിൽ കയറാൻ പോകുന്നത് ആ ടൈം ഏതെങ്ങാണ്ട് ഇവിടെ ക്ലോസിംഗ് ടൈം ആയായിരുന്നു. അപ്പോഴത്തേനും വൈഫിൻ്റെ റൈഡിൽ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു, കുറച്ച് ആൾക്കാരെ ഉള്ളായിരുന്നു. പിന്നെ അങ്ങനെ വൈഫ് ഒരു ധൈര്യം വെച്ച് റൈഡിലൊക്കെ കയറി റൈഡൊക്കെ എൻജോയ് ചെയ്ത് തിരിച്ചിറങ്ങി വരുന്ന നിന്ന് കാണാൻ കേട്ടോ. മറിയാമ എൻ്റെ അമ്മ കണ്ടു. അമ്മ നമ്മൾ അതിൽ കേട്ട് പറഞ്ഞു വിടാൻ പോവാ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? വെരി ഗുഡ്.